ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ടൈം ടു ടോക്ക് വിത്ത് മീ. ഇപ്പം ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പമുടിയിലേക്കാണ്. അയ്യപ്പമുടി ഞാൻ കുറേ നാളായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. അതായത് ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടേ കാണണം എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ആ സമയത്ത് ആർക്ക് സമയം കിട്ടിയില്ല. അത് എന്തൊക്കെയോ കാരണങ്ങളാണ്ട് പോകാൻ പറ്റിയില്ല. എനിവേ ഇപ്പം ഞാൻ പോവുകയാണ് ആ സ്ഥലത്തേക്ക്. എൻ്റെ സ്വന്തം വണ്ടിയാണ് കേസ് ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ എന്നെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാനുള്ള വഴി അറിയാൻ പാടില്ല. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ പോകുന്നൊരു ഓട്ടോ ഉണ്ടോ, ഞാൻ അവർ ഫോളോ ചെയ്യുകയാണ് ഗൈസ്. ആ ഓട്ടോയിൽ എൻ്റെ ആങ്ങളുണ്ട്. അവരുടെ വണ്ടിയാണത്. അപ്പോൾ അവർ വണ്ടിയും കൊണ്ട് പോവാണ്, ഞാൻ അവരെ ഫോളോ ചെയ്ത് പോവാണ്. എൻ്റെ ബാക്കിൽ എൻ്റെ ക്യാമറമാനുണ്ട് ആൻഡ് ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗോപു. ഇത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോകുമ്പം എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോയ്ക്ക് ഈ കയറ്റമൊന്നും ഇത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല ഗൈസ്. അത് ഇച്ചിരി സ്ലോ ആയിട്ട് പോകുള്ളൂ. പക്ഷേ 2 വീലറിന് ഇച്ചിരി സ്പീഡിൽ പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ ഓവർടേക്ക് ചെയ്ത് ഷോ കാണിച്ച് പോവുകയാണ്. പക്ഷേ ഷോയ്ക്കൊരു പ്രശ്നമുണ്ട്. എത്ര സ്പീഡിൽ പോയാലും എനിക്ക് സ്ഥലത്തിൻ്റെ വഴി അറിയാൻ പാടാത്തതുകൊണ്ട് പകുതി എത്തുമ്പോൾ ഞാൻ സ്ലോ ആകേണ്ടി വരും. എനിവേ ഞാൻ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനിടയ്ക്ക് ഒരു ചേട്ടൻ ഇപ്പോൾ ഞങ്ങൾ ഇരിക്കാൻ വന്നായിരുന്നു. ആ ചേട്ടനെ ഞാൻ വലിയ മൈൻഡൊന്നും വെച്ചില്ല. ഞാനങ്ങ് നേരെ പോവുകയാണ്. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വഴി അറിയില്ല ഗൈസ്. എന്നാൽ ബാക്കിലിരിക്കുന്ന ആൾ ഗൂഗിൾ മാപ്പ് നോക്കുന്നതിന് പകരം ക്യാമറ ഓണാക്കി പിടിച്ച്, എൻ്റെ നിർദ്ദേശപ്രകാരമാണ് ക്യാമറ ഓണാക്കി പിടിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ വരുന്ന ഓട്ടോക്കാർക്ക് വഴി അറിയാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർക്കും വഴി അറിയില്ല ഗൈസ്. ആ വണ്ടിയിലിരിക്കുന്ന ആർക്കും വഴി അറിയില്ല. ഒരാൾക്കറിയാമെന്ന് പറഞ്ഞാൽ, പക്ഷേ അയാൾ വണ്ടി കയറിയപ്പോൾ തന്നെ വഴി മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. എന്തായാലും റോഡ് നേരെയാണല്ലോ, നമുക്ക് എത്തും വരെ പോകാമല്ലോ എന്നോർത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട് ഗൈസ്. പക്ഷേ വഴി അറിയില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോൾ ഓട്ടോ ബാക്കിൽ കാണുന്നില്ല. ഓട്ടോ ബാക്കിൽ എനിക്ക് മിററിൽ കൂടെ കാണാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പോയത്. പക്ഷേ കുറച്ച് സ്പീഡ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോ ബാക്കിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ലോ ആയി ഗൈസ്. സ്ലോ ആക്കിയിട്ട് ഓട്ടോ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞിട്ട് പോകാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ നോക്കുകയാണ്. മിററിൽ കാണാതെ പിന്നെ ഈ മിററിൻ്റെ പ്രശ്നമാണെന്ന് ഓർത്ത് ഞാൻ തല ചെരിച്ചൊക്കെ നോക്കിയായിരുന്നു. എന്തായാലും മിററിലും കണ്ടില്ല, തല ചെരിച്ച് നോക്കിയപ്പോഴും കണ്ടില്ല. എന്നിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പം ഒരു റോഡൊക്കെ ഇളകി കിടക്കുകയാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കം. എന്തായാലും കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒരു വഴി പോലത്തെ ഒരു ജംഗ്ഷൻ വരും. ഒരു വഴി. ആ വഴിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു വഴിയുണ്ട്, ഇപ്പോൾ സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ഇതാണ് കണ്ടോ, അങ്ങോട്ടൊരു വഴിയുണ്ട്, നേരെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. റോഡിൽ അവിടെ ആണെങ്കിൽ ഒരാളും ഇല്ലായിരുന്നു ചോദിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഏക ആശ്രയം ബാക്കിൽ വരുന്ന ഓട്ടോക്കാരാണ്. ഓട്ടോക്കാർ ഫ്രണ്ടിൽ പോയാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. എന്നിട്ട് തന്നെ ഒരു ഫ്രണ്ടിൽ പോകുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവർ ഞങ്ങളെ വെട്ടിച്ച് കയറി പോവുകയാണ് ഗൈസ്. ഒരു ഇറക്കമായിരുന്നു. അതുകൊണ്ട് ഓട്ടോ നല്ല സ്പീഡിൽ ഷോ കാണിച്ച് പോവുകയാണ് ചേട്ടായി. ഇത്തവണ ഷോ കാണിക്കാൻ ഞാനില്ല ഗൈസ്. കാരണം ഇനി ഷോ കാണിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോയി പിന്നെയും വൈ ജംഗ്ഷൻ വന്നാലോ എന്ന് പേടിച്ച് ഞാൻ ഷോ കാണിക്കാതെ പതുക്കെ പോവാം. ഇറക്കത്തിൽ പോലും ഇത്ര സ്ലോ ആയിട്ട് പോകാൻ എന്നെ പോലെ പ്രോ ഡ്രൈവറിന് മാത്രമേ സാധിക്കുള്ളൂ, അല്ലേ ഗൈസ്? അപ്പോൾ ഈ ഇറക്കത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടി ഗോപു ഫോണ് ചെരിച്ച് പിടിച്ചൊക്കെ എടുത്തു എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ ഡോണ്ട് ഫീൽ ആൻ ഇമ്പാക്റ്റ് ഇൻ ദിസ് ഇറക്കം. എനിവേ ഈ ഓട്ടോ ഇങ്ങനെ പോയി കഴിയുമ്പം ചേട്ടാ അങ്ങനെ ഷോ കാണിച്ചാൽ ശരിയല്ലല്ലോ, ഇച്ചിരി സ്പീഡിൽ പോയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ എത്തിയിട്ട് ഒന്ന് സ്പീഡാക്കാൻ നോക്കി ഗൈസ്. ഞാൻ എന്നിട്ട് പുറപ്പിച്ച് ചേട്ടയുടെ മുമ്പിൽ കയറിയേക്കാമെന്നോർത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് സംഭവിച്ചു ഗൈസ്. ചേട്ടായി അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്താൻ പോകാമെന്ന് നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ എപ്പോഴും പെട്ടെന്ന് പിടിച്ച ബ്രേക്ക് കിട്ടില്ലാത്തത് കൊണ്ടും ആ സമയത്തും എനിക്ക് കിട്ടിയില്ല. ഞാനിവിടെ ചുറ്റി തെറിപ്പിച്ച് നോർത്തു, പക്ഷേ ഇടിച്ചില്ല ഗൈസ്, ജസ്റ്റ് മിസ്. ബാക്കിലിരുന്ന ക്യാമറാമാൻ്റെ ബോധം പോയെന്ന് തോന്നുന്നു. എന്തായാലും കൈയൊക്കെ ചെരിച്ച് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇല്ല ഗൈസ്, ബോധം പോയിട്ടില്ല, ക്യാമറ അനങ്ങി നിൽക്കുന്നുണ്ട്. ചേട്ടായി ആണെങ്കിൽ അവിടെ റോഡിൻ്റെ സൈഡിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് വഴി ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വണ്ടി നിർത്തിയത്. അപ്പോൾ അയാൾ വഴി ചോദിക്കാൻ അവിടെ ആളുണ്ടെന്ന് പോലും വണ്ടി നിന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ ചേട്ടൻ എന്നെ എന്തോ വഴക്ക് പറഞ്ഞായിരുന്നു ആ സമയത്ത്. നമ്മൾ പതുക്കെ പോകുന്നോ പിടിച്ചു പോകുന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഇങ്ങനെ കേട്ട് ശീലമായതുകൊണ്ട് ഞാനതങ്ങ് മനസ്സിലേക്കങ്ങ് എടുത്തില്ല. പക്ഷേ ഈ ഓട്ടോയുടെ ബാക്കിൽ ഇത് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നേരായ വഴി കൂടെ പോകാൻ സ്ഥലം ഉണ്ടായിട്ടും ഓട്ടോ പോകുന്ന ഇടുക്ക് വഴി കൂടെ തന്നെയാണ് ഞാൻ കയറുന്നത് കേസ്. കണ്ടില്ലേ, എൻ്റെ ഫ്രണ്ടിലൊരു ബൈക്കുകാരൻ കയറി പോയതാണല്ലേ. അയാൾ നല്ലൊരു വഴി കൂടെ പോയത്. ആ വഴി തന്നെ പോകേണ്ട ആവശ്യമല്ലേ എനിക്കുള്ളൂ. ബട്ട് വൈ ഷുഡ് ഐ ഫോളോ ദിസ് വൃത്തികെട്ട വഴി? എന്തായാലും ഞാൻ ആ വണ്ടിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കകത്തിരിക്കുന്ന ആർക്കെങ്കിലും ഗൂഗിൾ മാപ്പ് നോക്കാനുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിച്ച് പോകേണ്ടി വരില്ലായിരുന്നു. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തവണ ഞങ്ങളിങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലമായിരുന്നു ശരിക്കും ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ്. ഞാൻ ഗൂഗിൾ മാപ്പ് വഴി നോക്കി പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ എത്തിയത് 3.5 മണിക്കൂർ എടുത്തു.
ഒന്ന് വണ്ടിയിലിരുന്ന അപ്പന് വഴിയേറിയായിരുന്നു, അമ്മയ്ക്കും വഴിയേറിയായിരുന്നു. രണ്ടുപേരും വഴി പറഞ്ഞു കൊടുത്തതാണ് ചേട്ടായിക്ക്. ഈ ചേട്ടായിക്ക് പക്ഷേ എന്നെ പണ്ടേ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ചേട്ടായി എൻ്റെ വഴി മാത്രമേ കേട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചേട്ടായി ഏതൊക്കെയോ കാട്ടിക്കൂടെ കയറിപ്പോയി. കളമശ്ശേരിയിൽ ഇത്രയും കാടുണ്ടെന്ന് എനിക്ക് അന്നായിരിക്കും മനസ്സിലായത്. അത് പിന്നെ ചേട്ടായി ഗൂഗിൾ മാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പാടുപെട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ ഇച്ചിരി ലോങ് ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡാക്കി ഇട്ടേക്കുന്നതാണ്. അല്ലാതെ ഞാൻ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്നതല്ല, സ്പീഡാക്കി ഇട്ടേക്കുന്നതാണ്. അപ്പം ഓട്ടോയും ഞങ്ങളും ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഈ വീഡിയോ കാണുന്ന അത്രയും സ്പീഡിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലണ്ടല്ല, പക്ഷെ ഞാൻ അത്ര വലിയ കടമ്പകളിലേക്ക് ഇത്രയും നേരത്തെ കിടക്കാറില്ല. ഇപ്പോൾ വണ്ടി മേടിച്ചിട്ടൊരു 6-7 മാസമൊക്കെ ആയിട്ടുള്ളൂ. 7 മാസം ആയില്ല, 6 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തിയിരിക്കുന്നു ഗൈസ്. ഈ വളവ് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് അയ്യപ്പൻമുടിയിലേക്കാണ്. ഇവിടെ നിന്നൊരു ചെറിയൊരു വഴിയും കൂടി ഉണ്ട്, അത് മൊത്തം വളവാണ്. എനിവേ വി ആർ റീച്ച്ഡ് അറ്റ് അവർ ഡെസ്റ്റിനേഷൻ അയ്യപ്പൻമുടി. അപ്പോൾ അയ്യപ്പൻമുടിയിലെത്തി. അയ്യപ്പൻമുടിയിലെന്ന് പറയുമ്പം ഇതൊരു കുന്നാണ് ഗൈസ്. കുന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയ പാറയാണ്. അപ്പോൾ ഈ പാറയുടെ പൊക്കത്ത് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അയ്യപ്പൻ എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ, എപ്പോഴും മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളിങ്ങനെ പോവുക. പക്ഷെ ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ തൊഴുന്നൊന്നുമില്ല കേട്ടോ. ആരും തൊഴുതിട്ടില്ല. കാരണം എല്ലാവരും തന്നെ രാവിലെ മീനൊക്കെ കഴിച്ച ആൾക്കാരാണ്, അതുകൊണ്ട് ആരും തൊഴുതിട്ടില്ല. എന്തായാലും എല്ലാവരും സ്ഥലം ജസ്റ്റ് പാറക്കൂടെ നടക്കുന്നതിന് മീൻ കഴിക്കുന്നൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പാറക്കൂടെ ജസ്റ്റ് മേളിൽ കയറി കുറേ ഫോട്ടോയൊക്കെ എടുക്കാമെന്നൊക്കെ ഓർത്താണ് ഞങ്ങൾ ശരിക്കും പോയത്. ഇത് കാണുന്ന പോലെ അല്ല, ഈ വീഡിയോ കാണുമ്പം അത്ര ഹൈറ്റ് ഫീൽ ചെയ്യില്ലെങ്കിലും നമ്മൾ നടക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്. വീഡിയോയിൽ തൊട്ടടുത്താണ് ഇതെന്ന് തോന്നും, ക്ഷേത്രം തോന്നും. പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോൾ ഒത്തിരി ദൂരമുണ്ട്. നമ്മൾ കുറച്ചധികം ദൂരം നടക്കണം. കുഞ്ഞിശ്രയിൽ കുഞ്ഞാവനെയും പിടിച്ച് കുഞ്ഞിച്ചിക്ക് കയറ്റം കയറാൻ പാടായതുകൊണ്ട് ചേട്ടായി കൊച്ചിനെ മേടിച്ച് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരേ വാ, ഭയങ്കര സെറ്റപ്പായിരുന്നു. സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, എന്താ പറയുക, ഭൂമി ഉരുണ്ടോന്നൊക്കെ എല്ലാവരും പറയില്ലേ. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി ഉരുണ്ടോ, നമ്മളിവിടെ നിൽക്കലും നിരപ്പല്ലേ. പക്ഷെ ആ മല ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഭൂമി ഉരുണ്ടതാണ്. ഞാൻ ശരിക്കും ഈ ഷോ കാണിച്ച് നിൽക്കുന്ന ആ ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റൈലത്തിൽ ഗേളാണ് ഗൈസ് ഞാൻ. ഈ ഒരു വീഡിയോയിൽ ആ സമയത്താണ് എന്നെ കിട്ടിയുള്ളൂ. കാരണം ബാക്കി മല കയറി കഴിഞ്ഞ് ഫുൾ ടൈം ഞാനായിരുന്നു വീഡിയോ പിടിച്ചത്. കുറച്ച് നേരം ഗോപു പിടിച്ചായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇതാണ് അമ്പലം. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി ഒക്കെ ഉണ്ട്. അവർ മറ്റേ മുള്ളുവേലി ഇല്ലല്ലോ, കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ സ്റ്റേജ് കണ്ടാലും വെറുതെ വിടുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് അതിന് മണ്ടക്കരുന്ന് 2 ഡിസ്കോ ഞാൻ കളിച്ചായിരുന്നു. ഇത് മറ്റേ ഉയ്യമ്മ ആ പാട്ടായിരുന്നു കേട്ടോ, ഉയ്യമ്മ ആ പാട്ടിനാണ് കളിച്ചത്. അത് കഴിഞ്ഞിട്ട് വേറൊരു പാട്ടിന് ഡാൻസ് കളിച്ചു, അതിപ്പോൾ വരും. അത് മറ്റേ ഏത് പാട്ടായിരുന്നു, ഒരു എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി സിനിമയ്ക്കകത്ത് ഒരു പാട്ടുണ്ട്, ആ പാട്ടിനും കൂടി ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു. അങ്ങനെ ഇത് ഞാൻ പാട്ട് അവസാനം എനിക്ക് പരിപാടി പറ്റില്ലാത്ത ഉടുപ്പൊക്കെ എടുത്ത് ഞാൻ വെളിയിലിട്ട് ഒരു വിധത്തിലാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ട് എന്ന് പറയുന്നത് ഞാൻ ഇൻ ചെയ്തിട്ടേക്കണയാണ്. അത് ഞാൻ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുട്ട് വരെ ഇറക്കമുണ്ട്. എൻ്റെ ചേട്ടാൻ്റെ ടീഷർട്ടായിരുന്നു. അപ്പോൾ എവിടെ എനിക്ക് പോയാലും എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സേ ഞാൻ ഇടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ലോ ആയിട്ടുള്ള ഡ്രസ്സാണ് മോർ കംഫർട്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതൽ ഇടുള്ളൂ. അപ്പോൾ അവിടെ പോയപ്പോഴും അതായിട്ടത്. പക്ഷേ ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെത്തി സുന്ദരിയായിട്ട് വന്നേനെ. എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് നമ്മൾ വന്ന സ്ഥലത്തിൻ്റെയൊക്കെ വ്യൂ പിടിക്കാണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളവിടെ വളരെ അത്ഭുതകരമായൊരു സാധനം കണ്ടു ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാറയുടെ മുകളിൽ ഇത്രയും വെയിലത്ത് ചുറ്റും ആ ചെടിയൊക്കെ കരിഞ്ഞിരിക്കുക. പക്ഷേ അതിന് നടുക്കൊരു വെള്ളം. ബട്ട് ഹൗ, എങ്ങനെയാണ് ഈ വെള്ളം ഇവിടെ വന്നത്? ഇതാണ് ദൈവം തന്ന നിധി ഗൈസ് എന്നാണ് ഞാൻ ഓർത്തത്. കാരണം പാറയുടെ പൊക്കത്ത് അത്രയും അതിൻ്റെ ചുറ്റൊക്കെ കണ്ടോ, മൊത്തം ആ ചെടിയൊക്കെ ചെടി എന്തൊക്കെയാണ് പിന്നെ പുല്ലൊക്കെ കരിഞ്ഞിരിക്കുക. പക്ഷെ ആ വെള്ളം വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാനൊന്നും കൊള്ളില്ല കേട്ടോ, കൊള്ളാത്ത വെള്ളം. എന്തായാലും അവിടെ വെള്ളമുണ്ട്, അത് ഭയങ്കര സംഭവമില്ല കേസ്. അവിടെ അതൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കിയിട്ട് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരിക്കും വരിക. എന്തായാലും അവിടെ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം കാണാൻ വേണ്ടി അതിനകത്ത് എല്ലാ സൂക്ഷ്മജന്തുക്കളും ഉണ്ടോ എന്ന് വീഡിയോ പിടിച്ചേക്കാൻ നിർത്തി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ബാക്കിൽ നിന്ന് ആൾക്കാർ വിളിച്ചു. ഒന്ന് കൂടുതൽ അത് കണ്ടുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വരുന്നതുകൊണ്ട് എൻ്റെ ചേട്ടായുടെ പിള്ളേരെല്ലാം കൂടി എൻ്റെ പുറകെ ഇറങ്ങി വരാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് അവന്മാർ ഇറങ്ങി വരാണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനും കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ നടന്ന വീഡിയോസൊക്കെ പിടിച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കിച്ചുക്കുട്ടൻ അതിസാഹസിന്, കിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറുക്കൻ, അതിൻ്റെ ചേട്ടയുടെ മൂത്ത ഇറക്കനാണ്. അവനാണ് താഴെ നമ്മുടെ ഓട്ടോ കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ കയറി വന്ന വഴി ഒന്ന് കറങ്ങി വന്നു, അതായത് ആ പാറ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തേ ഇല്ല. കാരണം നമ്മൾ വന്നിടത്ത് തന്നെയാണ് തിരിച്ചെത്തിയതെന്ന് ആ റൂട്ടിൽ ആ പാറക്കട നടന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത്ര ദൂരം നടന്ന പോലെ തോന്നിയതില്ല. പക്ഷെ പെട്ടെന്ന് നമ്മൾ എത്തിയോടത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല, നിങ്ങൾ ചെന്നാൽ അത് ശരിക്കും ഫീൽ ചെയ്യും. കാരണം നമ്മൾ എവിടെ നോക്കിയാലും ഒരേ വ്യൂ ആയതുകൊണ്ട്
നമ്മൾ വന്നിടത്ത് തന്നെയാണ് തിരിച്ചെത്തിയെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. എനിവേ, അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഓട്ടോ കാണാം. പക്ഷേ ഓട്ടോ കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ നമ്മുടെ സാംസങ് 25 അൾട്ര ഒന്നും അല്ലാത്തതുകൊണ്ട് സൂം ചെയ്താലത് മനസ്സിലാവില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദേവൂസിൻ്റെ വീഡിയോ പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ അവളുടെ മുഖത്തേക്ക് നല്ല പ്രകാശം കിട്ടാൻ വേണ്ടി അവളെ തിരിച്ച് നിർത്താൻ പറഞ്ഞ് ചിരിക്കാൻ പറഞ്ഞു. എൻ്റെ കൊച്ചിരി കള്ളച്ചിരി ചിരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ സൂര്യനെയൊക്കെ കാണിച്ചു തന്നു. പാവം എൻ്റെ കൊച്ച് ആദ്യമായിട്ടോ സൂര്യനെ കാണും. എനിവേ, നമ്മൾ സൂര്യനെ കണ്ടു. അവൾ പറഞ്ഞിട്ട് സൂര്യൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയി അയ്യപ്പനെയൊക്കെ പിന്നെ അമ്പലമൊക്കെ ജസ്റ്റ് കാണിച്ച് പിന്നെ പോകാൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ആ സ്റ്റേജ്, ഞാൻ ആദ്യം ഡാൻസ് കളിക്കുന്ന സ്റ്റേജില്ലേ അത് ഞാൻ കണ്ടത്. എന്നിട്ട് ഞങ്ങളിന്ന് അവിടെയും കൂടി പോയിട്ട് ചുമ്മാ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ നിർത്തു. ശരിക്കും ഇതൊരു 4 മണി തൊട്ട് 6 മണി വരെയുള്ള ആ സമയത്തൊക്കെ പോകാനാണ് ഈ സ്ഥലം സെറ്റപ്പ്. കാരണം ഒത്തിരി ചൂടാണെങ്കിൽ പാറയാണ്ട് ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചെന്നത് ഒരു 5:30 കഴിഞ്ഞിട്ടാണ് ചെന്നത്. അതുകൊണ്ട് ഒത്തിരി ചൂടല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുറച്ച് നേരം കൂടി ഇരിക്കാൻ പറ്റി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അമ്മ നിൽക്കുന്നുണ്ടോ, അമ്മയും ചേട്ടായി വേറൊരു ആങ്ങളെയും കൂടി ഉണ്ടായിരുന്നു. പുള്ളിക്കാണ് വഴി അറിയാമെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ വഴിയൊന്നും അറിയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പോയത്. എന്തായാലും രണ്ടുപേരും നിൽക്കുന്നത് പടയപ്പ സ്റ്റൈലിലൊക്കെയാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കാനുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പോയി. ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ നേരത്തെ പഠിച്ചു വെച്ചായിരുന്നു. ഇവിടെ നിന്ന് കളിക്കാൻ വേണ്ടി പഠിച്ചു വെച്ചതല്ല, ചുമ്മാ റീൽ ചെയ്യാമെന്നോർത്ത് പഠിച്ചു വെച്ചതായിരുന്നു. പക്ഷേ റീൽ ചെയ്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതെങ്കിലും കളിക്കാമല്ലോ, ഇതെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി ആ റീല് 2 കൂടി കണ്ടിട്ട് നമുക്ക് നമ്മുടെ പരിപാടി കൂടെ അവസാനിപ്പിക്കാം. गई, उई अम्मा मैं तो टूट के बिखर गई।